മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരെല്ലാവരും പൊതുവെ ചെയ്യുന്നൊരു കാര്യമുണ്ട്. സോഷ്യൽ മീഡിയയിൽ അവർ നേരിടുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ചും തുറന്നു പറയുന്നത്. അത്തരത്തിലൊരു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുകയാണ് നടി അമൃത. സീരിയലിലൂടെ മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ നടി അമൃതയ്ക്ക് നേരിടേണ്ടി വന്ന ഒരു വിഷമകാര്യമാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്രേക്ഷകർ തന്നെ ഇതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഒരു പെണ്ണായി ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ അനുഭവിക്കാൻ തയ്യാറാകണമെന്നത് വളരെ അധികം സങ്കടപ്പെടുത്തുന്ന ഒന്നായി മാറുന്നു. നടി അമൃതയോടൊപ്പം തന്നെ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. പലർക്കും ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട്. വിഷമിക്കരുത്, ഇതിന് നമ്മളെ പോരാടണം. ഇവിടെ പെണ്ണായി ജീവിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ മെസ്സേജുകളാണ് നടി അമൃത പങ്കുവച്ചിരിക്കുന്നത്. മോശമായ രീതിയിൽ എന്ന് പറഞ്ഞുകൊണ്ടാൽ പുറത്തു പറയാൻ പോലും പറ്റാത്ത രീതിയിലാണ് മെസ്സേജുകൾ അയച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെയും കൂടെ അയച്ചിട്ടുണ്ടായിരുന്നു. സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഇത് പങ്കുവച്ചിരിക്കുന്നത്. ഫോൺ നമ്പർ അടക്കമാണ് പങ്കുവച്ചിരിക്കുന്നത്. അതിനനുസരിച്ച് കൂടെ നടക്കാൻ വരാമോ, കൂടെ കിടക്കാൻ വരാമോ, അതുപോലെ തന്നെ പല കാര്യങ്ങളും വൃത്തികെട്ട ഭാഷയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അഭിലാഷ് ജോർജ് എന്ന് പറയുന്ന അക്കൗണ്ടും കൂടി ഇതിൻ്റെ താഴെ ടാഗ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് സ്ത്രീകൾക്ക് ഇത്തരത്തിൽ വൾഗറായിട്ടുള്ള മെസ്സേജുകൾ അയക്കുന്നുണ്ടെന്നും വരുന്നുണ്ടെന്നും എനിക്കറിയാം. അവരൊക്കെയും ഇങ്ങനെ പ്രതികരിക്കണം. ഇങ്ങനെ പ്രതികരിച്ചാൽ മാത്രമേ നമുക്കിവരെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കൂ. ഇവരെ മുന്നോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ചെയ്തു തീർക്കാനാകൂ. നിയമപരമായി പോരാടണം. നാളെ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നതിന് മുമ്പ് ഇവരെല്ലാവരും ആലോചിക്കണം. നിയമപരമായി എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ആലോചിക്കണം. അത്രമാത്രമാണ് പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നത്. കൃത്യമായ വാക്കുകൾ കൊണ്ട് തന്നെയാണ് ഈ പ്രേക്ഷകർ ഇത് ഏറ്റെടുക്കുന്നതെന്നും പറയാം. ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്നൊരു വാർത്തയെ ഇത് മാറുകയും ചെയ്യുന്നു. ആരാധകരുടെ വളരെയധികം സ്നേഹമാണ് നടി അമൃതയ്ക്ക് എപ്പോഴും ലഭിക്കാറുള്ളത്. വളരെയധികം സ്നേഹത്തോടെയാണ് എല്ലാ പ്രേക്ഷകരും അമൃതയുടെ അരികിലേക്ക് എത്താറുള്ളത്. ആരാധകരുടെ പ്രീതി ഒന്നുകൊണ്ട് മാത്രമാണ് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിക്കുന്നത്. ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് താരത്തെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ. പ്രേക്ഷകർക്കും വളരെയധികം എളുപ്പമാണ് ശരിക്കും പറഞ്ഞാൽ ഈ താരത്തിനെക്കുറിച്ച് സംസാരിക്കാൻ. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും വളരെയധികം ഇഷ്ടവുമാണ്. അമൃതയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നിരവധി വില്ലത്തി കഥാപാത്രങ്ങളും പാവം കഥാപാത്രങ്ങളെക്കുറിച്ച് സംസാരിക്കണം. അതിനേക്കാൾ ഉപരി സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന അമൃതയെക്കുറിച്ച് തന്നെയാണ് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത്. അനുജനെയും അമ്മയും പൊന്നുപോലെ നോക്കുന്ന അമൃത, അങ്ങനെ തന്നെ ഞങ്ങൾ അമൃതയെക്കുറിച്ച് പറയും. ഇപ്പോൾ അമൃതയുടെ കൂടെ നടന്ന അമ്മയും വളരെയധികം മീഡിയയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ തരംഗമാണ്. അതുപോലെ തന്നെ എന്നും ബോൾഡായി നിൽക്കണം. ഇത്തരത്തിൽ ബോൾഡായി സംസാരിച്ചാൽ ഇത് പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ ഇങ്ങനെയുള്ളവർക്കൊക്കെ തന്നെയും ഒരു സമാധാനം ലഭിക്കും. അല്ലെങ്കിൽ നാണക്കേട് ഭയന്നെങ്കിലും അവരത് അയക്കാതിരിക്കട്ടെ. ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് അയക്കുന്നത് മാറ്റിയിട്ട് ഇപ്പോൾ സ്വന്തം അക്കൗണ്ട് തുടങ്ങി ഇങ്ങനെ അയക്കുന്നതാണ് ഇവരുടെ പതിവായി മാറുന്നത്. ഇതൊന്നും നമ്മൾ കാണില്ല എന്ന് വിചാരിച്ചിട്ടാണോ ഇവരിത് അയക്കുന്നത്? എന്തിൻ്റെ പുറത്താണ് ഇവരിങ്ങനെ അയക്കുന്നത്? ഇത്തരത്തിൽ ഒത്തിരി മെസ്സേജുകൾ ലഭിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് പറഞ്ഞേ മതിയാകൂ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.